മലപ്പുറം കാളികാവിലെ നരഭോജിയെ കണ്ടെത്താനായില്ല. രാത്രി സ്ഥാപിച്ച ക്യാമറകളിലും കടുവയുടെ സാന്നിധ്യമില്ല. കൂടുവെച്ചും മയക്കുവെടിവെച്ചും കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുമെന്ന് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉമാ ത്യാഗസുന്ദരം പറഞ്ഞു. 2 കുങ്കിയാനകൾ ദൗത്യത്തിനായി കാളികാവിൽ എത്തിയിട്ടുണ്ട്. 2 ഇടങ്ങളിലായി കടുവയെ പിടികൂടാനുള്ള കൂടും സ്ഥാപിച്ചു. ഇന്നലെ രാവിലെയാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയത്. തുടർന്ന് കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യത്തിന് സർക്കാർ നിർദ്ദേശം നൽകി. 50 പേരടങ്ങുന്ന RRT സംഘമാണ് കാളികാവ് പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ. അതേസമയം ഭൂപ്രകൃതി വെല്ലുവിളി നിറഞ്ഞതാണ്. നിലവിൽ സ്ഥാപിച്ച ക്യാമറകളിലൊന്നിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി ആരംഭിക്കുന്നതോടെ വേഗത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നാണ് RRT സംഘത്തിന്റെ പ്രതീക്ഷ. 20 പേരെ വെച്ചിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന് തെരച്ചിലിന് വേണ്ടിയിട്ട് കോമ്പിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. 3 വെറ്റിനറിയൻസ് ഡോക്ടർ അരുൺ സഹാരിയ, അജേഷ് ആൻഡ് ശ്യാം, അവർ 3 പേരെ വെച്ചിട്ട് 3 വെറ്റിനറി ടീം വച്ചിട്ടുണ്ട്. അവരും തെരച്ചിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വയനാട്ടിൽ നിന്ന് ഡ്രോൺ സ്ക്വാഡ് വരുന്നുണ്ട്, 2 ഡ്രോൺസ് വരുന്നുണ്ട്. വളരെ സമഗ്രമായ ദൗത്യമാണ് കാളികാവിൽ നടക്കുന്നതെന്ന് ദൗത്യസംഘത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. ടൈഗർ എപ്പോഴും നമ്മളൊരു ഒരു ഹൈലി ഡേഞ്ചറസ് ആനിമലാണ്. ഇപ്പോൾ ഒരു വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് നമ്മൾ ഡാറ്റ് ചെയ്യുക. അപ്പോൾ അത് എപ്പോൾ വേണം അറ്റാക്ക് ഉണ്ടാകും. ആനയെ നമുക്കൊരു ഷീൽഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 2 ഈ ആനകൾക്ക് ട്രാക്ക് ചെയ്യാനുള്ള ടൈഗർ ട്രാക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അടഞ്ഞ കാടാണ്, നമുക്ക് എലഫന്റ് ബാക്ക് മുകളിൽ കയറി നിന്ന് ഡാറ്റ് ചെയ്യാം. ഇന്ന് 2 കൂടുകൾ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ചു. കുങ്കിയാനകളായ കുഞ്ചുവും കോന്നി സുരേന്ദ്രനും ദൗത്യത്തിനായി എത്തിയിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആനകൾ കാട് കയറുകയുള്ളൂ. അതിനിടെ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റുവെന്നും പൃഷ്ഠഭാഗത്ത് നിന്ന് മാംസം കടിച്ചെടുത്തുവെന്നും റിപ്പോർട്ട് പറയുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അമൃത ന്യൂസ്, മലപ്പുറം.